ടി ബി മിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ടി ബി മിനി, സ്വാഭാവികമായിട്ടും മനുഷ്യാവകാശ ലംഘനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ പോലീസ് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, പോലീസ് നടപ്പാക്കേണ്ട ചില നീതികളുമുണ്ട്. അത് ഏത് രീതിയിലായാലും ശരി, ആരോപണം നേരിടുന്ന ഒരു ആൾക്ക് നേരെ ഇത്തരം ക്രൂരമായ രീതിയിൽ മണിക്കൂറുകളോളം പട്ടിണിക്കിടുക എന്ന് മാത്രമല്ല, കുടിവെള്ളം പോലും കൊടുക്കാതിരിക്കുകയും അത് ചോദിക്കുമ്പോൾ അപമാനിക്കുകയും ചെയ്യുന്നു. ഏതോ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ മോഷ്ടാവായി അവരെ മുദ്രകുത്തുന്നു, അവരുടെ വീട്ടിലേക്ക് പോലീസ് വാഹനത്തിൽ എത്തിക്കുന്നു. കുട്ടികളുള്ള സ്ത്രീയാണ്. ഈ തിരുവനന്തപുരം നഗരത്തിൽ പല ഫ്ളാറ്റുകളിലായിട്ട് കൂലിവേല ചെയ്ത് വീട്ടുജോലി ചെയ്ത് കഴിയുന്ന ഒരു പാവം സ്ത്രീയാണ്. അവർക്കാണ് ഇത്തരമൊരു ദുരന്തം ഉണ്ടാകുന്നത്. അതിന്മേൽ പോലീസിന്റെ നടപടിയിൽ എന്തെങ്കിലും നീതി ലഭിക്കുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വരെ ചെല്ലുമ്പോഴും അവിടെയും അവർ തിരസ്കൃതയായി മാറുകയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു ഇതിനോട്? അല്ല, ഈ കേരള പോലീസില് അതിനെ സംബന്ധിച്ച് കുറെ നാളുകളായിട്ട് അവരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു പോലീസിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല അഴിമതിയും. അപ്പൊ എത്രയോ ഇപ്പൊ പല കേസുകളായി പോലീസിന്റെ ഈ അനാസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മള് ചർച്ച ചെയ്യണം. അപ്പൊ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഈ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളെ ഒരു ഗൗരവമായി എടുക്കുന്നില്ല. പകരം പോലീസിന് ആവശ്യമായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന നിലയിൽ ജനങ്ങളുടെ മേലെ അവരെ കുതിര കയറുന്നതിന് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇല്ലീഗലായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായകരമായ ഒരു മൗനം ആഭ്യന്തര മന്ത്രിയുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഇത് പൊതുവെ ഇടതുപക്ഷത്തിന്റെ ഒരു സർക്കാരിന് ഗുണകരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളെ അവര് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ്. ഒരു ഗതി പരഗതി ഇല്ലാത്തത് കൊണ്ടാണ് വീടുകളിൽ ജോലിക്ക് പോകുന്നത്. വീടുകളിൽ ജോലിക്ക് പോകേണ്ടതും വീട്ടിൽ ജോലിക്ക് ഒരാളെ കിട്ടേണ്ടതും ഇന്നത്തെ സൊസൈറ്റിയിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇടത്തരക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യമാണ്. കാരണം ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ച് കുടുംബത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനോ പ്രായമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിനോ ഒരു വീട്ടുവേലക്കാരി, വീട്ടുജോലിക്കാരി, ഡൊമസ്റ്റിക് വർക്കർ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ UN ഡൊമസ്റ്റിക് വർക്കേഴ്സിന് കൃത്യമായിട്ടും ഒരു ശമ്പളം കൊടുക്കണമെന്നും അവരുടെ പ്രൊട്ടക്ഷൻ വേണമെന്നും അവർക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നും ഒക്കെ തീരുമാനം ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഒരു അഭിഭാഷകയാണല്ലോ ഇത്. പോലീസ് ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നു, ഈ 18 പവന്റെ മാല കാണാതെ പോയെന്ന് പറയുന്നു, അത് തിരികെ കിട്ടുന്നു. തിരികെ കിട്ടുമ്പോഴും പോലീസ് പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ ഇവർ മാല മോഷ്ടിച്ചു എന്നുള്ള കുറ്റം സമ്മതിച്ചു, അതിനാൽ തുടർ നിയമ നടപടി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞാണ് മാനസികമായി പീഡിപ്പിക്കുന്നത്. അത്തരമൊരു അന്വേഷണം. പോയ മാല കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേസെടുക്കണം എങ്ങനെയാ? പോയ മാല തൊണ്ടി നമുക്ക് കിട്ടി, അത് ഇവരാണെന്ന് പറയണത് എങ്ങനെയാ? തൊണ്ടി കിട്ടിയ ഇയാളാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. തൊണ്ടി ഇവരുടെ നല്ലല്ലോ കിട്ടിയത്. അത് ഇവരുടെ കയ്യിൽ നിന്നാണ് തൊണ്ടി കിട്ടിയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരുടെ കയ്യിൽ നിന്നല്ല തൊണ്ടി കിട്ടിയതെങ്കിൽ ഇവർക്കെതിരെ നടന്ന മുഴുവൻ കാര്യങ്ങളും മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. പോലീസ് അട്രോസിറ്റിയുടെ അണ്ടറിൽ വരുന്ന ക്രൈമാണ്. പോലീസുകാർക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി ഈ സ്ത്രീക്ക് മുന്നോട്ട് പോകാവുന്നതുമാണ്.